നടി റിനി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു നേതാവ് അല്ല, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം എനിക്കങ്ങനെ ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല. ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം, എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് മറ്റൊരു പ്രശ്നം, ഒരു യുവനേതാവിന് ഇതേ യുവനേതാവിന് ഉണ്ടായ സമയത്ത് ഹൂ കെയർസ് എന്നായിരുന്നു ആ വ്യക്തിയുടെ റിപ്ലൈ. അപ്പോൾ അത് തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് അഭിമുഖത്തിൽ പറയുന്നത്. അതേ നേതാവ് തന്നെയാണോ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. പറഞ്ഞിരുന്നോ ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ നാട് കൂടിയാണ്, വളരെ അടുത്ത ബന്ധമുള്ളവരാണ് നിങ്ങൾ കുടുംബമായിട്ടൊക്കെ. അപ്പോൾ അവരോട് ആരോടെങ്കിലും ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു? ഞാൻ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്ന ആളെയാണ് ഇന്നതാണെന്നുള്ള രീതിയിൽ പറയുന്നില്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനോടെല്ലാം ഒരു ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിനെ കുറിച്ച് അങ്ങനെ എടുത്ത് പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം പിതാവിനെ പോലെയാണ്. സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ പറയുന്നുണ്ട് മറ്റു പലർക്കും സമാനമായ അനുഭവങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. പേര് പറയും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് ഇനി അതൊരു ഇതായി മാറില്ലേ? അല്ല, അത് പേര് പറയാത്തതിൻ്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ട്. അപ്പോൾ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നമ്മൾ ആലോചിക്കും. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത്. അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ. ആ സമയത്ത് തന്നെ പറഞ്ഞില്ല. നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു, ഇങ്ങനെ ആകരുത്, കാരണം നിങ്ങളൊരു യുവ നേതാവാണ്, വളർന്നു വരുന്ന ഒരു മിടുക്കനായൊരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു. ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായ മുഖമാണ്. എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. ചാനൽ ചർച്ചയിലാണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ്. അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള മെസ്സേജ്. ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചു. അതിനുശേഷവും ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതല്ലേ? എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത്. എക്സ്പോസ് ചെയ്യപ്പെടണം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ്. അപ്പോൾ അത് തന്നെ ഹൂ കെയേഴ്സ്. അതാണ് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ. പക്ഷെ അതുണ്ടായില്ല. അല്ല, മാഡത്തോട് തന്നെ പറഞ്ഞത് സ്ത്രീകളുടെ ദുരനുഭവങ്ങളാണെന്ന് പറയുന്നു, അതായത് നേരിട്ടൊരു ദുരനുഭവമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരാൾ ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിച്ച് നടക്കുമ്പോൾ പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട്, പ്രമാദമായ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു എന്ന്. അപ്പം അങ്ങനെ പോകുമ്പോൾ അതിന് ഒരു വളം വെച്ച് കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ല. അതിനെൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 2-3 അശ്ലീല സന്ദേശങ്ങൾ വന്നു. ഞാനതിനെ ഇഗ്നോർ ചെയ്തു, ഞാനതിനെ നേരിട്ടു. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ട്
തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല, ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് ടേക്കപ്പ് ചെയ്യാത്തത്. അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു. അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല, ഒരു സ്ത്രീ പോലും പറയുന്നില്ല. അടുത്ത കാലത്താണോ സമൂഹ മാധ്യമത്തിൽ ഈ വ്യക്തിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ വലിയ ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവം ഉണ്ടായപ്പോൾ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഈ വിഷയം പറഞ്ഞു. ആ വിഷയം പറഞ്ഞിട്ടും അവർ ഇക്കാര്യത്തിൽ ഒരു ഗൗരവമുള്ള നിലപാടെടുക്കുകയോ ഇത് കറക്റ്റ് ഇടപെടുകയോ ചെയ്തിട്ടില്ലെന്നുള്ളത് ദുഃഖകരമല്ലേ? വളരെ നീതിയാണ്. നീതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ മെസ്സേജ് ചെയ്ത് എത്ര മാസം മുൻപായിരുന്നു? 3.5 വർഷം മുമ്പ്. 1.5 വർഷം. ഇത് നേതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? നമ്മൾ പരിഹരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷമാണ് ജനപ്രതിനിധിയായതും അതിനുശേഷമാണ്. ഈ തെറ്റ് ചെയ്തവരെല്ലാം ഇരുട്ടത്ത് നിൽക്കട്ടെ എന്നുള്ളതാണോ താങ്കളുടെ ഒരു നിലപാട്? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അയാൾ കാരണം പീഡനങ്ങൾ, ഞാൻ പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ. അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം, ഫ്രണ്ട്സിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാം. അതെ, ഒരാളെങ്കിലും, ഞാൻ ആ ഫേസ് ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒരാളെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് ടേക്കപ്പ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒന്ന് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ ആ പേര് എക്സ്പോസ് ചെയ്തുകൊണ്ട് അല്ല, അതിനകത്ത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അത് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് എടുത്തു പോലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരാളെങ്കിലും അത് പറയണ്ടേ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. പേര് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള ഒരു പ്രചോദനമല്ല. അതെ, വലിയ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു, ഞാനിത് പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയേ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അല്ല, എന്നിട്ടാണ് പറയുന്നത് പൊതുസമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിക്കുന്നു, അത് ഏറ്റവും വലിയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുണ്ട്. അപ്പം അതൊക്കെ പറയുമ്പോൾ താങ്കൾ തന്നെ പറയുമ്പോൾ പേര് എക്സ്പോസ് ചെയ്യാത്തത് അത് അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തൊരു ഊർജ്ജം പകരല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതൊരു ചെറിയ കാര്യം, എൻ്റെ അനുഭവം ഞാനത് വ്യക്തമാക്കി, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അതെന്താണ് ആരാണെന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അത് കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള സ്ത്രീകളും. അത് പറയണം, അത് ഇടപെട്ടു. ആ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് താങ്കൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പലതവണ പറഞ്ഞു. പക്ഷെ അത് ഏത് പ്രസ്ഥാനമാണെന്ന് അറിയാം. അതെങ്കിലും ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ പ്രസ്ഥാനത്തോടുള്ള വലിയ അടുപ്പവും സ്നേഹവും കൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത്. ധാർമ്മികത വേണം, കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം. എന്നോട് ഒരാൾ പറഞ്ഞു ധാർമ്മികത കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല, രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു. അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ധാർമ്മികതയോട് സെലക്ട് ചെയ്ത് പറഞ്ഞാലല്ലേ അത് കൃത്യമായി ആ സംഘടനയ്ക്ക് നടപടി എടുക്കുവാനായിട്ട് കഴിയും. അല്ല, അത് അവർ എടുക്കണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട്, ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട്. അതെ, പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പോലും, അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത്രയും അധികം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒരു അഭ്യൂഹങ്ങളുണ്ട്. ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അതെ, സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും, അതായത് റീൽസും ഇതൊക്കെ ജയിച്ച ഒരാൾ തന്നെയാണല്ലേ?
അടുത്ത കാല ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച? അങ്ങനെ ഞാൻ പറയുന്നില്ല. ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ. തുറന്നു പറച്ചിൽ നടത്തി അതിനുശേഷം ആ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ ആരെങ്കിലും ബന്ധപ്പെടുകയോ വിവരങ്ങൾ തേടുകയോ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ബന്ധപ്പെട്ട് അതൊരു അതിന് പേര് പറയണ്ട, പാർട്ടിയും പറയണ്ട, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവിന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണും, കാരണം താങ്കളുടെ MLA കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹമുണ്ട്. അപ്പം എന്തായാലും കാണും. അത് ഈ വിഷയം അല്ലെങ്കിലും ആണെങ്കിലും. നമുക്ക് ഈ പേര് പറയുന്നതിനപ്പുറം ഈ സംഘടന നേതാക്കളെ അങ്ങനെ തന്നെ അറിയാമല്ലോ. അവരെയൊക്കെ കാണുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ ഈ സംഘടനയിൽ ആഭ്യന്തരമായിട്ട് പരാതി കൊടുക്കാം, പുറത്ത് പറയുന്നില്ലെങ്കിൽ അതൊക്കെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിലെത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ആ വിഷയം, സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. എല്ലായിടത്തും സ്ത്രീകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇതുണ്ടായപ്പോൾ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു ആളുടെ ഭാഗത്തുള്ള ഒരു ഇത്? ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ ഫയർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പിന്നീട് അത് ഞാൻ ഉപദേശിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. എൻ്റെ വിഷയം അതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിഷയം. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ വ്യക്തിയോട് അതിനുശേഷവും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ ഈ പറഞ്ഞതിന് ശേഷം? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത്. അതായത് അത് നമ്മുടെ സമൂഹം ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ്. ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്ന വ്യക്തികളെ നമ്മൾ ജയിപ്പിച്ച് അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ യുവ നേതാക്കന്മാർക്ക്, കടന്നു വരുന്നവർക്ക് എനിക്ക് എന്തും ആവാം, എന്തും ചെയ്യുന്നതിന് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, സ്ത്രീകൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തായാലും ആരാണ്, ആർക്കെതിരെയാണ് ആരോപണം എന്നത് ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് റിനി ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ധൈര്യമായി ഈ യുവ നേതാവിൻ്റെ നീക്കത്തെ നേരിട്ടിട്ടുണ്ട് റിനി ആൻഡ് ജോർജ്.